ദേശീയപാത നിർമ്മാണ കമ്പനിയുടെ കരാർ ലംഘനത്തിനെതിരെ കൊടുങ്ങല്ലൂർ നഗരസഭയിലെ LDF കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ ഉപരോധ സമരം ആരംഭിച്ചു. ദേശീയപാത നിർമ്മാണ കമ്പനി ഓറിയന്റൽ കൊടുങ്ങല്ലൂർ നഗരസഭയുമായി ഉണ്ടായിരുന്ന കരാർ പ്രകാരം റോഡുകളുടെ നിർമ്മാണം ആരംഭിക്കാത്തതിനെ തുടർന്നാണ് സമരം ആരംഭിച്ചിട്ടുള്ളത്. ദേശീയപാത നിർമ്മാണത്തിന് വ്യാപകമായ മണ്ണെടുപ്പാണ് കൊടുങ്ങല്ലൂർ പ്രദേശത്ത് നടന്നിരുന്നത്. പുഴയിൽ നിന്നെടുക്കുന്ന മണ്ണ് ദേശീയപാതയിലേക്ക് കൊണ്ടുപോയിരുന്നത് നഗരസഭയുടെ റോഡുകളിലൂടെയാണ്. അമിത ഭാരം കയറ്റിയുള്ള വാഹനങ്ങളുടെ സഞ്ചാരം ഈ റോഡുകളുടെ തകർച്ചയ്ക്ക് കാരണമായി. 5 റോഡുകളാണ് ഓറിയന്റൽ കമ്പനി നഗരസഭയ്ക്ക് പുനർനിർമ്മിച്ചു നൽകുന്നതിന് കരാറിൽ ഏർപ്പെട്ടിരുന്നത്. പുല്ലൂറ്റ് മണ്ണാറത്താഴം റോഡ്, പുല്ലൂറ്റ് ഫയർ സ്റ്റേഷൻ റോഡ്, നഗരസഭ പാർക്ക് റോഡ്, ഫിനിക്സ് സ്കൂൾ റോഡ്, ഉഴുവത്തുകടവ് റോഡ് എന്നീ 5 റോഡുകളുടെയും പുനർനിർമ്മാണം നടത്തുവാൻ ഇനിയും കമ്പനി നടപടികൾ ആരംഭിച്ചിട്ടില്ല. ഓറിയന്റൽ കമ്പനി കോട്ടപ്പുറം ഭാഗത്ത് നടത്തുന്ന ദേശീയപാത നിർമ്മാണ പ്രവർത്തനങ്ങൾ സമരത്തിന്റെ ഭാഗമായി LDF കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ ഉപരോധിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ ഉപരോധ സമരം ഉദ്ഘാടനം ചെയ്തു. പക്ഷേ അതിലേർപ്പെട്ടിട്ടുള്ള കരാർ കമ്പനിക്ക് തീർച്ചയായിട്ടും ഈ കൊടുങ്ങല്ലൂർ മേഖലയിൽ കൂടെ കടന്നു പോകുന്ന ഈ ദേശീയപാതയുടെ നിർമ്മാണം നടത്തിയിട്ടുള്ള 2 കമ്പനികൾ ഓറിയന്റൽ കമ്പനിയും ശിവാലയ കമ്പനിയുമാണ്. അന്ന് അവരുമായിട്ടുള്ള പ്രവർത്തനത്തിന്റെ ഭാഗമായി തീർച്ചയായിട്ടും മണൽ അത് നമുക്കറിയാം ഗവൺമെൻറ് അനുവദിച്ചിട്ട് കൊടുത്തിട്ടുള്ളതാണ്. നമ്മുടെ തീരദേശ പ്രദേശങ്ങളിൽ നിന്ന് പുഴയിൽ നിന്ന് മണ്ണ് എടുക്കാൻ ഇവർക്ക് അനുവാദം കൊടുത്തിട്ടുള്ളതാണ്. തീർച്ചയായിട്ടും നഗരസഭയുമായി അന്ന് എഗ്രിമെൻ്റ് വെച്ചിട്ടുള്ള ഒരു പ്രമാണം നമ്മളുടെ കയ്യിലുണ്ട്. തീർച്ചയായിട്ടും അവർ അന്ന് എഗ്രിമെൻ്റ് വെച്ചിട്ടുള്ളത് ആ ദേശീയപാതയുമായി ബന്ധപ്പെട്ടുകൊണ്ട് മണലെടുക്കുന്ന ആ മുനിസിപ്പൽ റോഡുകൾ എല്ലാം തന്നെ BMDC പ്രകാരമുള്ള അത്രയും ക്വാളിറ്റിയുള്ള റോഡുകളാക്കി മാറ്റിത്തരാമെന്നുള്ള എഗ്രിമെൻറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് അവിടെ ആ ഡ്രഡ്ജിങ് നടത്താനും അതുപോലെ തന്നെ ആ റോഡിലേക്ക് കൂടിയുള്ള ഡ്രഡ്ജിങ് സംവിധാനം നമ്മൾ മുനിസിപ്പൽ അധികൃതർ ഏർപ്പെടുത്തിയിട്ടുള്ളത്. പക്ഷേ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ കൗൺസിലിൻ്റെ സമയത്തും ഇന്ന് ഈ കൗൺസിൽ അധികാരം ഏറ്റിയിട്ട് 6 മാസം കാലമായി. അത് തുടങ്ങി ജനുവരി മാസത്തിൽ, അതായത് താലപ്പൊലി ആരംഭിക്കുന്നതിന് ഒരാഴ്ച മുമ്പ് തന്നെ അവരെ വിളിച്ചു കൂട്ടി അവരോട് നമ്മൾ ആവശ്യപ്പെട്ടതാണ് എത്രയും പെട്ടെന്ന് താലപ്പൊലി, കൊടുങ്ങല്ലൂരിൻ്റെ ഏറ്റവും മഹത്തായ ഒരു ഉത്സവമാണ് താലപ്പൊലി എന്ന് പറയുന്നത്. ആ താലപ്പൊലിക്ക് മുമ്പ് തന്നെ ഈ റോഡുകളുടെ പ്രവർത്തനം പൂർത്തീകരിക്കണം എന്ന് അവരോട് ആവശ്യപ്പെടുകയും അതുമായി ബന്ധപ്പെട്ട് അവർ ഡ്രഡ്ജ് ചെയ്യുന്ന സ്ഥലങ്ങളിൽ നിന്ന് അവർ അതുപോലെ സ്റ്റോർ ചെയ്യുന്ന സ്ഥലങ്ങളിൽ നിന്ന് ഈ മണ്ണ് എടുത്തു മാറ്റണം എന്നും നിർദ്ദേശിച്ചിട്ടുള്ളതാണ്. അന്ന് അവർ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് 10 ദിവസത്തിനുള്ളിൽ മാറ്റിക്കോളാം എന്നാണ്. പക്ഷേ അതിൻ്റെ ഫലമായി തന്നെ ഓറിയൽ എന്ന് പറഞ്ഞ കമ്പനി അവിടെ നിന്ന് മണ്ണ് എടുത്തുകൊണ്ട് പോകുകയല്ലാതെ ഒരു പ്രവർത്തനവും ഒന്നും ചെയ്തില്ല. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KK രാധാകൃഷ്ണൻ അധ്യക്ഷനായി. നിരന്തരമായ റോഡിൽ കൂടി സഞ്ചരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ആ റോഡുകളൊക്കെ തന്നെ വളരെ മോശമായ രീതിയിൽ ജനങ്ങൾക്ക് സഞ്ചാര യോഗ്യമല്ലാത്ത രീതിയിലായി കിടക്കുന്ന ഒരു സാഹചര്യം കുറച്ച് നാളുകളായിട്ട് കിടക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായും മുനിസിപ്പാലിറ്റിയുമായി കരാർ കമ്പനിക്കാർ എഗ്രിമെന്റ് വെച്ചിട്ടുണ്ട്. അവരുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ഉണ്ടാകാവുന്ന റോഡ് നാശങ്ങൾക്കെല്ലാം പരിഹാരം ഉണ്ടാക്കിക്കൊണ്ട് ആ റോഡുകൾ പുനഃപ്രവർത്തനം നടത്തി നന്നാക്കി തരാമെന്ന കരാറ് നിലനിൽക്കെ നിരവധി തവണ നഗരസഭ അധികൃതർ ഈ കരാർ കമ്പനിക്കാരോട് നിരന്തരം ആവശ്യപ്പെട്ടിട്ടുണ്ട്. അവർ യാതൊരു തരത്തിലുള്ള അതിന്റെ മുൻകൈകളും എടുക്കാതിരിക്കുകയും തുടർന്ന് ഞങ്ങൾ വീണ്ടും കൊടുങ്ങല്ലൂർ ബഹുമാനപ്പെട്ട DYSP അവർക്ക് ഞങ്ങൾ കൊടുങ്ങല്ലൂർ മുനിസിപ്പാലിറ്റി നിവേദനം കൊടുക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ DYSP ഓഫീസിൽ വിളിച്ചിരുത്തി ഒരു ഡേറ്റ് തീരുമാനിച്ച് ആ ഡേറ്റിനുള്ളിൽ ഇത്തരത്തിലുള്ള സകല റോഡുകളും പണിത് തീർത്തു തരാമെന്ന് ഉറപ്പു നൽകുകയും ചെയ്തിട്ടും വീണ്ടും ഇതേ പഴയിലുള്ള, അതായത് സാധാരണക്കാരായ ജനങ്ങൾക്ക് ഈ റോഡിൽ കൂടെ സഞ്ചരിക്കാൻ പറ്റാത്ത രീതിയിൽ റോഡുകളുടെ ശോചനീയാവസ്ഥ തുടരുകയാണ്. CPIM ഏരിയ കമ്മിറ്റി സെക്രട്ടറി മുസ്താഖ് അലി, CPI ജില്ലാ കൗൺസിൽ അംഗം PP സുഭാഷ്, PN രാമദാസ്, രതീഷ്, ലത ഉണ്ണികൃഷ്ണൻ, റസോജ ഹരിദാസ്, KK ഹാഷിഖ്, CP രമേശൻ, KS കൈസാബ് എന്നിവർ സംസാരിച്ചു. നഗരസഭാ റോഡുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതുവരെ ദേശീയപാതയിലെ നിർമ്മാണ പ്രവൃത്തികൾ ഉപരോധിക്കും.